ബേസിക്കലി ഇത് കണ്ടെയ്നറിൻ്റെ ബോഡി ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റാണ്. ഇവിടെയാണ് ഇപ്പോൾ പണി. ഇപ്പോൾ വെക്കേഷൻ പ്രമാണിച്ച് തന്നേക്കുന്ന ജോലിയാണ് കണ്ടെയ്നർ മുക്കിയെടുക്കുന്ന വലിയ ടാങ്ക് ക്ലീനാക്കാൻ. ഇതാണ് കണ്ടെയ്നറിൻ്റെ ടാങ്കിൻ്റെ ഉയരം. ഏതാണ്ട് 10-20 അടി അടുത്ത് ഉയരമുണ്ട്. സിങ്കും ഫോസ്ഫറസിൻ്റെ കൂടി മിക്സാണ് ടാങ്ക്. കുറച്ച് കഷ്ടപ്പെട്ടു. ഫിനിഷ്ഡ് ആയിട്ടുള്ള ടാങ്ക് ലാസ്റ്റ് ഉൾപ്പെടുത്താം. ഈ ടാങ്കാണ് ക്ലീൻ ചെയ്തത്. നല്ല പാടായിരുന്നു, ഒരുപാട് ചെളിയും ഉണ്ടായി. പിന്നെ അപ്പുറത്തൊരു ടാങ്ക് കൂടി ക്ലീൻ ചെയ്തിട്ടുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ബോസിനോട് പറഞ്ഞു എന്തെങ്കിലും വർക്ക് റെഡിയാക്കി തരുമെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് ബോസ് റെഡിയാക്കി തന്നൊരു വർക്കാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഒരു ചോക്ലേറ്റ് കമ്പനിയിൽ മിൽക്ക് മെയ്ഡ് അതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ടാങ്കാണ്. ചോക്ലേറ്റും പാലും കട്ടകെട്ടി ടാങ്കിൽ പിടിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ടും ആ ടൈമിന് ഇതൊക്കെ ബ്രേക്ക് ആവുള്ളൂ. അപ്പോൾ ആ ടൈമിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനി പാർട്ട് ടൈമായിട്ട് റെഡിയാക്കി തന്നൊരു വർക്കാണ്. സംഭവം പെർ ഡേ നമുക്ക് 12,000 രൂപ വെച്ച് ഇന്ത്യൻ മണി നമുക്കിവിടെ ലഭിക്കും. അതുകൊണ്ട് ഏകദേശം ഒരു 10-20 ദിവസത്തോളം ഉണ്ടാകുമെന്നാണ് ഈ വർക്ക് പറഞ്ഞത്. അങ്ങനെ ചെറിയൊരു ടാങ്ക് ക്ലീൻ ചെയ്താൽ തന്നെ 2,40,000 രൂപ അടുത്ത് ഏകദേശം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഈ വർക്ക് ഞങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടായി തോന്നുന്നുമില്ല. പിന്നെ പെർ ഡേ 10 മണിക്കൂർ വർക്ക് ചെയ്യണം. ഇതാണ് ടാങ്ക്. ഈ മേളിൽ കാണുന്നത് ഞങ്ങളെ താഴത്തോട്ട് ഇറക്കാൻ കൊണ്ടുവന്ന ക്രെയിനാണ്. ഈ ക്രെയിൻ വഴിയാണ് ഇവരുടെ വേസ്റ്റ് എല്ലാം ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവന്നത്. അതുപോലത്തെ 8 പൂളോളം ഞങ്ങൾക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. ഞങ്ങൾ മാത്രമല്ല, ഏകദേശം ഒരു 10 പേരോളം പുറത്ത് വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഈ ക്രിസ്മസ് എൻജോയ് ചെയ്യാനുള്ള പൈസ ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സാലറി ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലയക്കാനും പറ്റും. അതാണ് ജർമ്മനിയിലെ പ്രത്യേകത. പാവം വിചലിമ്പിച്ചിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ ആദ്യം ക്ലീനാക്കിയ ടാങ്ക്. ഇതിൽ സിങ്കും ഫോസ്ഫറസിൻ്റെയും കൂടി ഒരു മിക്സാണ് ഇതിലുള്ളത്. ഇതെല്ലാം ഇവിടുത്തെ ഓരോ ടാങ്കുകൾ. ഇതൊക്കെ കഴിവേണ്ടി വരുമെന്നാണ്. ബേസിക്കലി ഇത്